ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 75% മുകളിൽ പോളിംഗ്. വോട്ടെണ്ണൽ മറ്റന്നാൾ. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് രാജ്യസഭയിൽ നടന്നു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് സമാപനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിന് തുടക്കമായി. രണ്ടാം ഘട്ട പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി 6 സംസ്ഥാനങ്ങളിൽ പുനർനിശ്ചയിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിന് ഈ മാസം 18 വരെ ഫോമുകൾ നൽകാം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. 7 ജില്ലകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 75.93% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലായി ആകെ 73.6% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഡിസംബർ 9 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 70.91% പോളിംഗ്. വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തമാണ് എല്ലാ ജില്ലകളിലും പ്രകടമായത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലായി 12,391 വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. എല്ലാ ജില്ലകളിലും പോളിംഗ് ശതമാനം 70 കടന്നു. വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ചിലയിടത്ത് യന്ത്ര തകരാറ് സംബന്ധിച്ച പരാതി ഉയർന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണി വരെ തുടർന്നു. 6 വരെ പോളിംഗ് സ്റ്റേഷനിലെത്തിയ മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകി. ഈ സമയം ക്യൂവിൽ നിന്ന എല്ലാവർക്കും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് സ്ലിപ്പ് നൽകി. വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് സാധനങ്ങളും EVM-ഉം വിതരണ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ള സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ജില്ലയിൽ 72.24%, പാലക്കാട് 76.05%, മലപ്പുറത്ത് 77.21% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് പോളിംഗ് ശതമാനം 76.92%, വയനാട് 77.91%, കണ്ണൂരിൽ 76.34%, കാസർഗോഡ് 74.21% ഇതുവരെയുള്ള പോളിംഗ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 69.27%, കണ്ണൂർ കോർപ്പറേഷനിൽ 69.55%, തൃശൂരിൽ 62.24% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി. 3 കോർപ്പറേഷനുകൾക്ക് പുറമെ 47 മുനിസിപ്പാലിറ്റികളും 470 ഗ്രാമപഞ്ചായത്തുകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 7 ജില്ലാ പഞ്ചായത്തുകളുമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെട്ടത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ 1ാം ബൂത്തായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ റീപോളിംഗും ഇന്ന് നടന്നു. വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് ഈ ബൂത്തിൽ 9 നടന്ന വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരുന്നു. 18,274 പോളിംഗ് ബൂത്തുകളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി ക്രമീകരിച്ചത്. ഇതിൽ 2,055 പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു. കർശന നിരീക്ഷണത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വയനാട് ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തോട്ടം മേഖലയിലും ഗോത്ര മേഖലയിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ചവർക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ മിക്ക പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിരയാണ് ദൃശ്യമായത്. തോട്ടം മേഖലയിലും ഒപ്പം ഗോത്ര മേഖലയിലും ഉച്ചവരെ നീണ്ട നിരയായിരുന്നു ദൃശ്യമായത്. ഏറ്റവും കൂടുതൽ ഗോത്രവിഭാഗക്കാർ താമസിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലും ബത്തേരി, നെന്മേനി പഞ്ചായത്തിലടക്കം പല ബൂത്തുകളിലും ഗോത്ര സമൂഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 67ഓളം പ്രശ്നസാധ്യതാ ബൂത്തുകളായിരുന്നു ജില്ലയിലുള്ളത്. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിജീവിച്ചവരെ വോട്ട് ചെയ്യിക്കാനായി പ്രത്യേക സംവിധാനമായിരുന്നു ചൂരൽമലയിൽ ജില്ലാ ഭരണകൂടം ഒരുക്കിയത്. 3 KSRTC ബസ്സുകളായാണ് വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാനായി ബൂത്തുകളിലെത്തിച്ചത്. കാസർഗോഡ് മംഗൽപാടി, മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും, കണ്ണൂർ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലും, കണ്ണപുരം, മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിലായി 9 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഈ വാർഡുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നില്ല. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ആ വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. കോഴിക്കോട് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് വോട്ടെടുപ്പിലുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
കോഴിക്കോട് ജില്ലയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ചിലയിടങ്ങളിൽ നേരിയ തോതിലുള്ള വാക്കേറ്റം ഒഴിച്ചുനിർത്തിയാൽ മറ്റു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പൂർണ്ണമായും സമാധാന അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ വലിയ നിര പ്രകടമായിരുന്നു. പിന്നീട് ഉച്ചയോടുകൂടി ഏതാണ്ട് മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് മെഷീന്റെ സാങ്കേതിക തകരാറ് കാരണം ചില ഇടങ്ങളിൽ വോട്ടിംഗ് നേരിയ തോതിൽ തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് അത് പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് സുഗമമായി നടന്നു. സ്ഥാനാർത്ഥികളും നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിൽ മികച്ച പോളിംഗ്. ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് വോട്ടെടുപ്പിൽ ദൃശ്യമായത്. പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. വിശദാംശങ്ങളുമായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനപരമായിരുന്നു പോളിംഗ്. രാവിലെ തന്നെ ജില്ലയിലെ മിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശാരീരിക അവശത അനുഭവിക്കുന്നവരുടെ ഓപ്പൺ വോട്ട് ചെയ്യാനും രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു. ബംഗളം കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രണ്ടാംഘട്ട പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി 6 ഇടങ്ങളിൽ പുനർനിശ്ചയിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം തമിഴ്നാടും ഗുജറാത്തും ഈ മാസം 14-നകം പ്രവർത്തനം പൂർത്തിയാക്കണം. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ എന്നിവയ്ക്കുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടിയിട്ടുണ്ട്. അതേസമയം ഉത്തർപ്രദേശിനുള്ള അവസാന തീയതി ഈ മാസം 26 വരെയാണ് നീട്ടിയത്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാംഘട്ട പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. കേരളത്തിന് ഈ മാസം 18 വരെ ഫോമുകൾ നൽകാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് രാജ്യസഭയിൽ ഇന്ന് ചർച്ച നടന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാൻ തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ സാധിച്ചതായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJP MP സുധാൻഷു ത്രിവേദി പറഞ്ഞു. അതേസമയം പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ലെന്ന് കോൺഗ്രസ് MP അജയ് മാക്കൻ കുറ്റപ്പെടുത്തി. പട്ടികയിൽ നിന്നും ജനങ്ങളെ ഒഴിവാക്കിയുള്ള തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളോട് യോജിക്കുന്നില്ലെന്ന് TMC MP ഡോള സെൻ, ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് എന്നിവർ ആരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ 11 റിപ്പോർട്ടുകൾ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യസഭയിലെ ചർച്ച സമാപിച്ചു. ചൊവ്വാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. വന്ദേമാതരം രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന മന്ത്രമാണെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രി JP നഡ്ഡ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 80-ലധികം അംഗങ്ങൾ വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തു. 2 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇംഫാലിലെത്തിയ രാഷ്ട്രപതിയെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ വനിതാ കണ്ടിജന്റ് വിഭാഗം ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. മണിപ്പൂർ സർക്കാർ നൽകിയ പൌരസ്വീകരണത്തിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിവിധ വികസന പദ്ധതികൾക്കും ശ്രീമതി മുർമു തുടക്കം കുറിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ് എടുത്തിട്ടുണ്ട്. 5 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരി തെളിയും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ഇന്ന് ആരംഭിച്ചു. കൊച്ചി മുസീറിസ് ബിനാലെ 6ാം പതിപ്പിന് നാളെ തുടക്കം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. 110 ദിവസം നീണ്ടുനിൽക്കുന്ന ബിനാലെയ്ക്ക് 2026 മാർച്ച് 31 സമാപനമാകും. ഈ മാസം 3, 4, 5 തീയതികളിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ പ്രവർത്തനം തടസ്സം മൂലം ബുദ്ധിമുട്ട് നേരിട്ട ഉപഭോക്താക്കൾക്ക് കമ്പനി 10,000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അടുത്ത 12 മാസത്തിനുള്ളിൽ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യാവുന്ന വൌച്ചറുകളുടെ രൂപത്തിലാണ് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിനായി രൂപീകരിച്ച സമിതിയുടെ കാലാവധി ലോക്സഭ നീട്ടി. 2026 ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി ദീർഘിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ 75% മുകളിൽ പോളിംഗ്. വോട്ടെണ്ണൽ മറ്റന്നാൾ. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് രാജ്യസഭയിൽ നടന്നു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് സമാപനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിന് തുടക്കമായി. 2ാം ഘട്ട പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി 6 സംസ്ഥാനങ്ങളിൽ പുനർനിശ്ചയിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിന് ഈ മാസം 18 വരെ ഫോമുകൾ നൽകാം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം 2020 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.